ഹലോ, ഇന്ന് നമുക്കൊരു മോർണിംഗ് വ്ളോഗായാലും ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. ഇത് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞ് വീഡിയോ ആണിത്. നല്ല വെയിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ നട്ടുച്ചയ്ക്കാണ് നീറ്റത് എന്ന്. ഏറെക്കുറെ നട്ടുച്ചേവാനായി. ഞാൻ നീറ്റത് ഒരു 9 മണി 9:30 ആകുമ്പോഴാണ് കേട്ടോ. എന്നാലും എനിക്ക് ഉറക്കം മതിയായിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത്, അതാണ് എനിക്ക് ഉറക്കം മതിയാവാഞ്ഞത് കേട്ടോ. അപ്പം നീറ്റ് ഉടനെ തന്നെ മുടിയൊക്കെ ഒന്നും കൂടി സെറ്റായിട്ടൊന്ന് കെട്ടി വെക്കും. എൻ്റെ ഹെയർ വാഷ് ഡേ ആയിരുന്നു ഇന്നലെ. ഞാൻ എന്നും അങ്ങനെ തല നനയ്ക്കുന്ന ഒരു പേഴ്സൺ അല്ല. പിന്നെ ഇത് ബോട്ടോക്സ് ചെയ്താൽ ഇടയ്ക്ക് നനയ്ക്കാറുള്ളൂ. ബോട്ടോക്സ് ചെയ്തൊക്കെ ഏറെക്കുറെ പോയി തുടങ്ങിയിട്ടോ. കണ്ടോ, ഫ്രണ്ട് പോർഷനിലൊക്കെ കുറച്ച് ചുരുണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ബോട്ടോക്സ് ചെയ്തത് വളരെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ നോക്ക്, ഈ കാലാവസ്ഥയിൽ തോന്നുന്നു എൻ്റെ നെറ്റിയുമൊക്കെ ആകെ മൊള്ളിയാണ്. മോയ്സ്ചറൈസറൊക്കെ ഇട്ടാൽ പോകും, പക്ഷേ രാവിലെ നീറ്റുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസറൊന്നും ഇടില്ല. പിന്നെ ഞാൻ ഇന്നത്തേക്ക് വേണ്ട മീൻ വെള്ളത്തിലിട്ടു കറി വെക്കാനുള്ളത്. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ടു 2 എണ്ണം. അതിലേക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ദോശയും തേങ്ങാ ചമ്മന്തിയാണ് ഞാൻ അവന് ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. ദോശ ഇഡ്ഡലിയൊക്കെ തന്നെയാണ് കേട്ടോ അതിരയുടെ മെയിൻ ഫുഡ്. പിന്നെ ഞാനിപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ ഒന്ന് രാവിലെ ഒന്ന് കുറച്ചിട്ട് കോഴിമുട്ട പുഴുങ്ങിയത്, ഓട്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ അതിൽ ചിലപ്പോൾ ഈ ദോശ കഴിക്കാതെ വന്നാൽ ബാക്കിയുള്ള 2 കഷ്ണമൊക്കെ ഞാൻ തന്നെ തിന്നു കേട്ടോ. ഞാനങ്ങനെ സ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊന്നല്ല. അപ്പോൾ ഞാൻ ഇതാ 2 പുഴുങ്ങിയ മുട്ടയും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിരയുടെ കൂടെ ഞാനും കുറച്ച് നേരം കാത്തിരുന്ന് കണ്ടു. അതിലൊരു കാത്തു ഫാനാണ്, ചില സമയത്ത് അവന് കാത്തു ഇഷ്ടമാണ്. പിന്നെ ഇന്നലെ ഞങ്ങൾ പുതിയൊരു കുപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പണിക്കുറ്റം ചിലപ്പോൾ മിക്കവാറും ഇപ്പോൾ അടുത്ത് തന്നെ തീർക്കും. കാരണം ഇപ്പോൾ ആൾക്ക് കുറച്ച് കുട്ടിക്കുറുമ്പ് കൂടുതലാണ്. സകല സാധനങ്ങൾ എറിയുക, പൊട്ടിക്കുക, അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. കുട്ടികളല്ലേ, അതൊക്കെ ഉണ്ടാവും. പിന്നെ അതിലേക്ക് ഇഷ്ടമുള്ള വേറൊരു കാർട്ടൂണാണ് കേട്ടോ. അത് കാർട്ടൂണൊന്നും പറയാൻ പറ്റില്ല, TV ഷോ. ഡൈനോനെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡൈനോ ഉള്ള ഏത് പരിപാടി അവരിന്ന് കാണും. പിന്നെ ഇത് എന്നുള്ള പരിപാടിയല്ല കേട്ടോ. ഞാൻ ചില ദിവസം ഞാൻ ഇതൊക്കെ മടക്കിക്കും. കാരണം എന്താ വെച്ചാൽ അതിരി ഞാനും കൂടി കുറച്ച് കഴിഞ്ഞാൽ ഇവിടേക്കൊക്കെ വരും. അപ്പം തന്നെ ഇതൊക്കെ കൊള്ളാക്കിയിടും കേട്ടോ അവൻ. അപ്പോൾ പിന്നെ ഞാൻ മടക്കി വെക്കണേൽ കാര്യമൊന്നുമില്ല, എന്നാലും മടക്കി വെച്ച ഒരു കാണുമ്പോൾ ഒരു സന്തോഷം, അതാണ്. പിന്നെ നോക്കിയപ്പോൾ ചുണ്ട് ഭയങ്കരമായിട്ട് വലിയ കേട്ടോ. ഇന്ന് എന്താണോന്നും ഞാൻ പറഞ്ഞില്ല, മൊത്തത്തിൽ ഭയങ്കര ഒരു ഡ്രൈനെസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുണ്ടിൽ ലിപ് ബാം ഇടാന്ന്. ആ ലിപ് ബാം ഇടുന്ന നേരത്താണ് എനിക്ക് 3 ലിപ് ബാം ഉണ്ട്. എനിക്ക് ഒരെണ്ണമുള്ള 3 ഇട്ടിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ഒരെണ്ണം പോരെ, പക്ഷേ എനിക്ക് 3 ഇട്ടിട്ടുണ്ട്. അല്ല, കുറേ ആൾക്കാരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വിചാരിച്ചു. ഓരോന്ന് ഇങ്ങനെ കാണുമ്പോൾ ഓരോന്ന് വാങ്ങണമാണ് നല്ലത് തോന്നിട്ട് ഒരെണ്ണം അഖിലേട്ടൻ വാങ്ങിയതാണ് കേട്ടോ, വാസലിൻ്റെ ഒരെണ്ണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ പിങ്ക് വാസലിൻ്റെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിയതാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണിത്. അത് മെഡിക്കേറ്റഡ് ആണോ ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഓക്കെയാണ്. അത് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാണത്. പിന്നെ ഒരെണ്ണം വാസലിൻ്റെയും, പിന്നെ ഇതൊരെണ്ണം നെയ്റ്റി പറഞ്ഞിട്ടുള്ളൊരു നാട്ടിലുള്ളൊരു ബ്രാൻഡിൻ്റെ കേട്ടോ. നല്ല ബ്രാൻഡാണ്, നല്ല അടിപൊളിയായിട്ടാണ്. ചുണ്ടിൽ പിഗ്മെൻറ്റേഷനൊക്കെ നല്ലോണം കുറയ്ക്കും. എനിക്കും ഇഷ്ടമാണ് ഈ സംഭവം. അതിൻ്റെ പാക്കേജ് അത്ര പെർഫെക്റ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഓക്കെയാണ് അത്. പക്ഷേ അതിൻ്റെ പ്രൊഡക്റ്റ് അടിപൊളിയായിട്ടാണ്. പിന്നെ അതെപ്പോഴും ഞാൻ യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ അതിനൊരു റോസ് വാട്ടർ, അങ്ങനത്തെ ഒക്കെ ഒരു പനിനീര്, റോസ്, അതിൻ്റെ ഒക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കുത്ത് സ്മെല്ല്, അങ്ങനത്തെ ഒരു മണ്ണുണ്ട്. ചിലർക്ക് നല്ല ഇഷ്ടമാട്ടോ. എനിക്കും ആ സ്മെല്ല് ഇഷ്ടമാണ് ചില സമയത്ത്, പക്ഷേ ചില സമയത്ത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാനത് ഉപയോഗിക്കാറുണ്ട്. എനിക്ക് നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ലിപ് ബാമാണത്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുക ഈ പിങ്ക് കളർ വണ്ണാണ് കേട്ടോ. അത് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതിനങ്ങനെ സ്മെല്ലില്ല. ഇതിൻ്റെ വാസലിൻ ഞാൻ ഇപ്പോൾ കാണിച്ച 2നും സ്മെല്ലില്ല. സോ നമുക്ക് ഭയങ്കര സൂപ്പറായി ഉപയോഗിക്കാം. പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്, ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ ഇത് ഉപയോഗിക്കാൻ. അപ്പോൾ വാസലിൻ്റെ ഇതാണ് ഞാനിപ്പോൾ ചുണ്ടുമ്പിടുന്നത്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ ഓരോന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളൂ. ഞാൻ നാളെ ഇനി ഡെയിലി ആയിട്ട് കുറച്ച് വ്ളോഗ്സ് ഇങ്ങനെ ചെറിയ ചെറിയ വ്ളോഗായി ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.